ഹലോ ഗൈസ്, നാച്ചുറൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്ന ചക്കദോശ, അതുപോലെ തന്നെ മുട്ടദോശ, അതുപോലെ തന്നെ സാധാരണ ദോശയും ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരിട്ടങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയാലോ. ഗൈസ്, നമ്മൾ വരിക്കച്ചക്ക വെച്ചാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അടിപൊളി ദോശയും കൂടിയാണ്. വായിൽ തേൻ ഊറുന്ന ടേസ്റ്റ് കയറിയ ദോശയാണ്. ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഗോതമ്പൊടി. ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലായിടത്തും മിക്സാക്കിയിട്ടുണ്ട്. രണ്ടോളം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടോളം പാല് ഇളക്കുകയാണ്. മാവ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മിക്സി ജാറിലേക്കാണ് മാവ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സി ജാറിലേക്കൊക്കെ മാവ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ ചേർത്ത് ഈ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. മാവിൻ്റെ ഭാഗത്തിലാണ് കറക്കിയെടുക്കുന്നത്. ദോശമാവിൻ്റെ ഭാഗത്തിലാണ് കറക്കിയെടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ദോശയുടെ പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ടൈപ്പ് ദോശ റെഡിയാക്കി എടുക്കുക. ആദ്യത്തെ ടൈപ്പ് ദോശ റെഡിയാക്കി എടുക്കുകയാണ്. വെച്ചിട്ടുണ്ട്. അതിലോട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ദോശയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ആണിത്. അതിനായിട്ടുണ്ടാകുന്ന പഞ്ചസാരയും തേങ്ങയൊക്കെ ഫില്ലിങ് ചെയ്യുന്നത്. നമ്മൾ 2 തരം ദോശകളാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ആദ്യത്തെ ദോശ ഉണ്ടാക്കി കാണിക്കുക, അതിനുശേഷം നമുക്ക് രണ്ടാം ദോശ നമ്മൾ കാണിക്കുക. ദോശക്കല്ലൊക്കെ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് എണ്ണ ചേർത്തി കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ചേർത്തി കൊടുക്കുന്നത്. ദോശക്കല്ലൊക്കെ ചൂടായിരുന്നു. അതിൻ്റെ കല്ലിലേക്ക് ദോശക്കല്ലിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി എടുക്കുകയാണ്. ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഈ മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുകയാണ്. റെഡിയാക്കി എടുക്കുകയാണ്. ദോശ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാവൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗോതമ്പ് മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മാവൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പീരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കനം കുറച്ച് വേണം പരത്താൻ. ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ. ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അത് ഇഷ്ടമുണ്ട് ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ തേങ്ങാപ്പീരിയൊക്കെ വെച്ചാണ് റെഡിയാക്കുന്നത്. നമ്മൾ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. അതിന് മടക്കി എടുക്കുകയാണ്. ഇതുപോലെയാണ് ദോശയൊക്കെ റെഡിയായി വരുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ ബാക്കി ദോശകളും റെഡിയാക്കി എടുക്കുകയാണ്. അടുത്ത ദോശ ഒഴിച്ചെടുക്കുകയാണ്. കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ട്. അപ്പമാണ് കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും മൂത്തൊക്കെ വരുന്നുണ്ട്. ബാക്കിയാണ് വെന്ത് വരട്ട്. വെന്ത് വന്ന ശേഷം നമുക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ തേങ്ങാപ്പീരയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മടക്കുകയാണ് ചെയ്യുന്നത്. അയാൾ 3 മടക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദോശ റെഡിയായി വരുന്നുണ്ട്.
തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റെഡി ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിമിലോട്ട് മാറ്റാം. നമുക്കത്തെ സാധാ ദോശ ഉണ്ടാക്കി കാണിക്കാം. സാധാ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമിലോട്ട് മാറ്റാം. ആവിയിൽ വേവിച്ചെടുത്ത പഴച്ചാക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചക്ക വെച്ചിട്ടൊരു അടിപൊളി ഗോതമ്പ് ദോശ. വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയൊക്കെ ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കാം. അതിലേക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ്. നമ്മൾ ക്രീമി രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഗോതമ്പൊടിയൊക്കെ ചേർത്തു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുണ്ട് പാലും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പാലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പാല് ആവശ്യത്തിനുണ്ട്. പാല് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. മാവിൻ്റെ രൂപത്തിൽ കറക്കിയെടുക്കാം. ജീരകം ചേർത്തിട്ട് കറക്കിയെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിലാണ് എടുക്കേണ്ടത്. ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് എണ്ണയൊക്കെ പുരട്ടി കൊടുത്തിരിക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അവരുണ്ടാക്കി ആയതുകൊണ്ടാണ്. വന്നിട്ടുണ്ട്. അതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഗോതമ്പ് ചക്കയുടെ മിക്സ് എല്ലാം കൂടെ ചെയ്യുകയാണ്. നല്ലപോലെ വെന്ത് വരട്ടെ. ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു. സ്പ്രെഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. മിക്സ് തേച്ച് കൊടുക്കുകയാണ്. മിക്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വരട്ടെ. വേവിക്കുകയാണ്. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഇളക്കി എടുത്ത് നോക്കാം. ഓക്കെ, ഫ്ലെയിമിലോട്ട് മാറ്റാം. ചക്കദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സെർവിംഗ് ബില്ലോട്ട് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ദോശയും കൂടിയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ തേങ്ങാപ്പീരൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി മുട്ട ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അല്ലാത്ത ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് 2 എണ്ണം.